ഗൈസ്, അപ്പോൾ നമുക്കിതൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? എന്നാൽ നമുക്ക് തുടങ്ങാമല്ലേ? കം ഓൺ ഗൈസ്. ഫസ്റ്റ് തന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് എവിടെ നിന്ന് എടുത്താന്ന് അറിയില്ല, അതുകൊണ്ട് എന്നോട് ആരും ചോദിക്കണ്ട. ഇനി ഫേസിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇടുന്നത്. ഇത് എൻ്റെ മോയ്സ്ചറൈസർ അല്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇത് എന്ത് മോയ്സ്ചറൈസർ ആണെന്ന്. പിന്നെ ഞാൻ എൻ്റെ ഫോക്സ് സ്റ്റൈലിൽ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇടുന്നത്. ഈ സൺസ്ക്രീൻ പറയാൻ മാത്രം അത്ര നല്ല സൺസ്ക്രീൻ ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഓയിൽ സ്കിന്നുകാർക്ക് ഒട്ടും പറ്റാത്തൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. എൻ്റെ പിന്നെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാനങ്ങ് സഹിക്കുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കളർ എസൻസിൻ്റെ BB ക്രീം ആണ് കേട്ടോ ഇടുന്നത്. ഈ BB ക്രീം ഞാനൊരു BB ക്രീം ആയിട്ടേ അല്ല യൂസ് ചെയ്യുന്നത്. ഐ യൂസ് ഇറ്റ് ആസ് എ കൺസീലർ ബിക്കോസ് എൻ്റെ ഡാർക്ക് സർക്കിൾസ് മറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ക്രീം ഇടുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയല്ല. പിന്നെ ഞാൻ ബ്ലഷ് എന്നുള്ള പേരിൽ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് മോന്തയ്ക്ക് തേച്ചായിരുന്നു. കാരണം ഞാൻ അധികം ബ്ലഷ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ നീഡ് ഓഫ് ഗെറ്റിംഗ് എ ബ്ലഷ്. അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ലിപ്സ്റ്റിക് എടുത്ത് മുഖത്ത് തേക്കും. വേണമെങ്കിൽ നമുക്ക് ഐഷോഡോ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കണ്ണെഴുതാൻ കുറച്ച് വീക്കായതുകൊണ്ട് ഞാൻ കണ്ണാടി പോയി കണ്ണൊക്കെ എഴുതിയിട്ട് വന്ന് സെറ്റായി. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക്കും വാരി പൂശി ഒരു കരക്കെത്തിച്ചു കിട്ടും. എന്നിട്ട് മുടിയും കെട്ടി കമ്മലും ഇട്ട് ഒരു ഔട്ട്ഫിറ്റ് ചെക്കും കൂടെ നടത്തി ഞാനിങ്ങനെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ അവസാനിപ്പിച്ചു ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ.